ഹായ് ഹലോ നിഷി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? സുഖാണല്ലോ. അപ്പോൾ ഇന്ന് നിഷി വന്നിട്ടുള്ളത് പഴയതിൽ നിന്നും പുതിയതിലേക്ക്. അതായത് പഴയ ഷർട്ടുകളൊന്നും ഇനി അങ്ങനെയൊന്നും കളയണ്ട. ഞാൻ ഇതിന് മുന്നേ വീഡിയോ എടുത്തിട്ടുണ്ട്, എല്ലാവരും കാണുക കേട്ടോ. പഴയ ഷർട്ട് കൊണ്ട് നമുക്ക് പുതിയൊരു ഡ്രസ്സാക്കി മാറ്റുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവരും കണ്ടു നോക്കുക. ആർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. 4 അലാസ്റ്റിക് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ഡ്രസ്സാക്കി മാറ്റാം. പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഡ്രസ്സാണ്. നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന ഒരുപാട് ഷർട്ടുകൾ. ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ. ഞാൻ അതിന് മുന്നും വീഡിയോസ് ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊക്കെ ഒന്ന് ജസ്റ്റ് പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞാനിത് വീഡിയോ നിങ്ങൾ കാണുന്നതോടൊപ്പം നമുക്ക് കുറച്ച് സംസാരിക്കാം അല്ലേ. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ദാമ്പത്യ ജീവിതത്തിൽ ഹസ്ബൻഡ് ആണെങ്കിലും വൈഫാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പലർക്കും ചിലർക്ക് തോന്നലാവാം, ചിലർക്ക് അങ്ങനെ തന്നെയാവും. അതായത് ഞാൻ പറഞ്ഞു വന്ന എന്താ വെച്ചാൽ, ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് വളരെ വേഗം മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ നിങ്ങൾക്ക്? അതായത് സ്നേഹം കുറയുന്നത് ആണോ. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം കുറയുന്നത് നമുക്ക് പെട്ടെന്ന്, അതായത് ഒരു സെക്കൻഡിൽ മനസ്സിലാക്കും. ചിലപ്പോൾ സ്നേഹം ഉണ്ടോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ വർഷങ്ങളൊക്കെ എടുക്കേണ്ടി വന്നെങ്കിലും, ചിലപ്പോൾ ഒരു ആപത്ഘട്ടങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് സ്നേഹമുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിലും, സ്നേഹം കുറയുന്നത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു സെക്കൻഡ് മതി എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളെ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ തട്ടുമുട്ടുകളൊക്കെ തുടങ്ങുന്നതിൻ്റെ പ്രധാന കാരണം അല്ലറ ചില്ലറ കാര്യങ്ങളായിരിക്കും അല്ലേ. ആ അല്ലറ ചില്ലറ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ, അതായത് നമുക്ക് തുറന്ന് സംസാരിക്കാനൊക്കെ ഉള്ള ഒരു ചെറിയ ടിപ്സ് കുറച്ച് എനിക്കറിയുന്ന ചെറിയ ടിപ്സ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അതായത് ചിലപ്പോൾ നമുക്കുള്ള പ്രശ്നം എന്തായിരിക്കും, നമ്മൾ സ്ഥിരം ഇങ്ങനെ പറയുന്നുണ്ടായിരിക്കും, നിങ്ങൾ ആദ്യം ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ നീ അങ്ങനെ ആയിരുന്നു, അങ്ങനെ ഇങ്ങനെ അതായത് നമുക്ക് കിട്ടാത്ത സ്നേഹം, നമുക്ക് കിട്ടുന്നില്ല എന്ന് തോന്നുന്ന സ്നേഹം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ചിലപ്പോൾ നമുക്ക് എന്തായിരിക്കും, നമുക്ക് അവരിൽ നിന്ന് കിട്ടുന്ന എന്താണോ അത് മിസ് ചെയ്യുന്നുണ്ടാവും. ആ മിസ് ചെയ്യുന്ന സംഭവം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് കിട്ടുന്ന ആ കെയറിങ് ഉണ്ടല്ലോ, അതായിരിക്കും ചിലപ്പോൾ. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നങ്ങോട്ട് നിർത്തുക. നമ്മൾ പറയുന്നത് അത് ചിലപ്പോൾ നമ്മളെ ഭർത്താവിൽ നമുക്ക് കിട്ടുന്ന എന്താണെങ്കിലും, ഭർത്താവിൻ്റെ ആണെങ്കിലും ഭാര്യേൻ്റെ ആണെങ്കിലും വാശി, അസൂയ, അല്ലെങ്കിൽ അവരിൽ നിന്ന് കിട്ടുന്ന കെയറിങ്, അല്ലെങ്കിൽ മറ്റു ആളുകളെ സഹായിക്കുന്നു, നമ്മളെ ശ്രദ്ധിക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ അങ്ങനെ പല പല കാര്യങ്ങളുണ്ടാവും. മക്കളെ നോക്കുന്ന, വീട് നോക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും അല്ലേ ദാമ്പത്യ ജീവിതത്തിൽ. അത് ഭർത്താവിനാണെങ്കിലും ഭാര്യയ്ക്കായാലും ഉണ്ടാവും. അപ്പോൾ അത് നമ്മളിങ്ങനെ പരാതികൾ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ്ലി നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മളൊന്ന് സൈലൻ്റ് ആവാൻ നോക്കുക. സൈലൻ്റ് ആണായാലും പെണ്ണായാലും നമ്മൾ എന്താ ചെയ്യാം, ഒന്ന് സൈലൻ്റ് ആവാൻ നോക്കുക. നിങ്ങളൊന്ന് നോക്കുമോ, ശരിയാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനെ നല്ല ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, അവർക്ക് കുറച്ച് മനസ്സറിവ് കൂടുതലുള്ള ആളുകളാണല്ലോ. അപ്പോൾ അവർക്കിത് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും ആ ഒരു ജീവിതം. പക്ഷേ നമ്മളൊന്ന് ശ്രമിച്ചു നോക്കുക. അങ്ങനെ ആവുമ്പോൾ തന്നെ നമ്മളെ പങ്കാളികൾക്ക് മനസ്സിലാവും, എന്താണിത് പങ്കാളിക്ക്, എന്താ ഇവൾക്ക് പറ്റി, അല്ലെങ്കിൽ എന്താ ഇവന് പറ്റി, എന്താണ് ഇയാൾക്ക് പറ്റി എന്നുള്ളൊരു തോന്നി തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സംസാരം, അതായത് ഫസ്റ്റിൽ നമ്മൾ തുടങ്ങുന്ന സംസാരങ്ങളൊക്കെ നമ്മൾ നിർത്തുക. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി പറഞ്ഞു തുടങ്ങുക. അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും ഇത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിൽ നിന്ന് നമ്മൾ ഒന്ന് ഉയർത്തെഴുന്നേക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, സെൽഫ് കെയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മോട്ടിവേഷൻ ക്ലാസ്സുകൾ കേൾക്കാം. വീടുകളിൽ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവരുടെ ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാം, മക്കളെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാം, ബ്യൂട്ടി കെയർ ചെയ്യാം, വ്യായാമം ചെയ്യാം. അങ്ങനെ നമുക്ക്, അതായത് നമ്മൾ ബിസി ആവാൻ ശ്രമിക്കുക. കാരണം നമ്മളെ മനസ്സിൽ ഈ ഒരു ടെൻഷൻ നമ്മൾ അകറ്റിയിട്ട് നമ്മൾ ബിസി ആകാൻ ശ്രമിക്കുകയും ചെയ്യുക. എന്നാൽ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് നിൽക്കുക. സ്വാഭാവികമായിട്ടും തൻ്റെ ഇണയ്ക്ക് മനസ്സിലാവും എന്താണ് ഇവൾക്ക് പറ്റിയില്ല, എന്താണ് ഇവന് പറ്റിയെന്ന് തോന്നി തുടങ്ങുന്ന. അങ്ങനെ കുറച്ച് ദിവസം പോകുമ്പോൾ ചോദിക്കാൻ ആദ്യം കുറച്ച് മടിയുണ്ടെങ്കിലും ആദ്യം വാശി എന്നോണം ചോദിക്കൂല. അങ്ങനെ ആ ദാമ്പത്യ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ
നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്ന് സൈലൻ്റായി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ, ആ വീട് ശൂന്യമായി കിടക്കുമ്പോൾ തന്നെ രണ്ട് ഭാഗത്തു നിന്നും നമുക്ക് ടെൻഷൻ വന്നുകൊണ്ടേയിരിക്കും. എന്താണെന്നുള്ളൊരു കാര്യം വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, നമ്മളോട് ചോദിക്കും എന്താണ്. ആ സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറയാം. നമ്മൾ കരയാനുള്ളതാണെങ്കിൽ കരഞ്ഞു തീർക്കുക, പറയാനുള്ളതാണെങ്കിൽ പറഞ്ഞു തീർക്കുക. ആ ജീവിതം, നമ്മളെ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ഒന്നേ ഉള്ളൂ അല്ലേ, ആ ജീവിതം ഒന്നേ ഉള്ളൂ. അത് എന്ത് കുറ്റങ്ങളും കുറവുകളാണെങ്കിലും നമുക്ക് പറഞ്ഞ അതാണെന്ന് മനസ്സിലാക്കി അതിനോട് പൊരുത്തപ്പെട്ട് നമ്മളുള്ള കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു തീർത്ത് ആ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ആ ജീവിതം എന്നും ഭംഗിയുള്ളതാണ്. മനസ്സിലാവണം. നമുക്ക് എന്താ പറയുക, നമുക്ക് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് നമ്മൾ കുറയ്ക്കണം. കാരണം മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് നമ്മളെപ്പോഴും ശ്രദ്ധിച്ചോളൂ, ഈ സ്റ്റാറ്റസൊക്കെ വെക്കുന്നത് നല്ലതേ വെക്കുള്ളൂ, സങ്കടങ്ങൾ അധികം വെക്കില്ല. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നും നമ്മുടെ ജീവിതം എന്താ അങ്ങനെ ആവാഞ്ഞി എന്നുള്ളൊരു നമുക്ക് തോന്നൽ തുടങ്ങും. അപ്പോൾ ആ ഒരു ഇത് തോന്നാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടേതായ ഒരു ബിസി ജീവിതം എടുത്ത് നമ്മൾ മുന്നോട്ട് പോവുക. പിന്നീട് ഇങ്ങനൊരു സാഹചര്യം ഒത്തു വരുമ്പോൾ നമ്മളത് തുറന്ന് സംസാരിക്കുക, മനസ്സിൽ വെച്ച് നിൽക്കാണ്ട് തുറന്ന് സംസാരിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി, ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതാണെങ്കിൽ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുക. നല്ലൊരു ജീവിതം കിട്ടും. എന്തായാലും ഒരു 100ൽ 95% നമുക്കത് കിട്ടും. ഇതിനൊന്നും പറ്റുന്നില്ലെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യാം, പല ജീവിതങ്ങളും അതാണ്, ഈ തുറന്ന് സംസാരിക്കാത്ത ഒരൊറ്റ കാരണത്താൽ പലതും ഡൈവോഴ്സായി പോകുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ജീവിതം നല്ല മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇതിനൊന്നും പറ്റുന്നില്ലെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, ഒരു കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റുന്നത് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഇതൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു ടിപ്സാണ് ഞാൻ ഈ പറഞ്ഞത്. ദാമ്പത്യ ജീവിതത്തിൽ നമുക്ക് മിസ് ചെയ്യുന്നതൊക്കെ നമുക്ക് വീണ്ടും ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിപ്സ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിഷിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം. അപ്പം നമ്മുടെ ഡ്രസ്സ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കാറുണ്ട്, അതെല്ലാവരും ഒന്ന് കാണാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. അപ്പം അടുത്തൊരു വീഡിയോയിൽ വേഗം വരാം. ഓക്കെ, ബൈ.